സർവകലാശാലകളിൽ ഓഗസ്റ്റ് 14 വിഭജന ഭേദി ദിനാചരണം ഓർമ്മിപ്പിച്ച് വിസിമാർക്ക് ചാൻസലറായ ഗവർണർ വീണ്ടും കത്ത് നൽകി. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും നൽകണമെന്നും രാജ്ഭവൻ നിർദ്ദേശിച്ചു. എന്നാൽ പരിപാടി നടത്തരുതെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽമാർക്ക് കത്ത് നൽകാൻ സർക്കാരും രംഗത്തുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ആവശ്യമാണ് ഗവർണർ നൽകിയത്. ഇതിനെതിരെ പ്രത്യക്ഷമായി തന്നെ ഭരണപ്രതിപക്ഷങ്ങൾ രംഗത്തെത്തിയിരുന്നു. 2 ആഴ്ചയ്ക്ക് മുൻപാണ് സർക്കുലർ നൽകിയത്. ഇതിന് തൊട്ടുപിന്നാലെ തുടർ നടപടികൾ എന്തൊക്കെയായെന്ന് ആരാഞ്ഞുകൊണ്ടാണ് ഗവർണർ വീണ്ടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗവർണർ വിസിമാർക്ക് നൽകിയ നിർദ്ദേശം. 14-ാം തീയതി വിഭജന ഭീതി ദിനം എന്ന എല്ലാ ക്യാമ്പസുകളിലും ആചരിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നിർദ്ദേശം. ഈ സാഹചര്യത്തിൽ ഗവർണറുടെ നിർദ്ദേശം വിസിമാർ എങ്ങനെ പ്രാവർത്തികമാക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഗവർണറും കേരള, KTU, കണ്ണൂർ വിസിമാരും എന്തു നടപടിയെടുക്കുമെന്നാണ് സർക്കാരും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം.